ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മീനിൻ്റെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മീനിൻ്റെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊട്ടി പൊട്ടി വന്നോളും. പിന്നെ കട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുമ്പോഴത്തേനും ഇത് നല്ല പോലെ ഇങ്ങനെ വിട്ട് വിട്ട് വന്നോളൂ കേട്ടോ. ഇടല്ലേ മുട്ടയായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് വന്നു. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തേച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. ഇത് ഈ മുട്ട ഇട്ട അപ്പം തന്നെ ഇളക്കാൻ പാടില്ല. അപ്പം തന്നെ ഇളക്കിയിട്ട് കാര്യമില്ല, മിക്സ് ആവില്ല. ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ 2-3 പീസൊക്കെ ഇങ്ങനെ വലുതായിട്ട് കിടക്കൂട്ടോ. അതൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ അത് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കാം. തേങ്ങ ചേർത്തലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ തേങ്ങ ചേർക്കണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ അതായത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആവും കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മല്ലിയില കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ ഞാനിത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലായിട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.